നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എനിമീസ് ഓഫ് ഇന്ത്യ സെക്കൻഡ് പാർട്ടാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ടോപ്പിക്കിൻ്റെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ വേദാന്ത ആൻഡ് എൻഡ് ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ വേദാന്തം എന്ന് പറഞ്ഞാൽ വേദാന്തത്തിൻ്റെ അന്ത്യഭാഗം എന്നുള്ളതാണ്, അതായത് എൻഡ് ഓഫ് വേദാസ്. വേദത്തിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്ന അതിൻ്റെ തിയോളജിക്കൽ പാർട്ടിലെ ജ്ഞാന പദ്ധതിയുടെ അല്ലെങ്കിൽ തിയോളജിക്കൽ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ്റെ പൂർണ്ണരൂപം, അത് അഥവാ പൂർണ്ണമാക്കുന്ന ഭാവമാണ് വേദാന്തം. നമ്മൾ സബ് ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ വേദാന്തം ആൻഡ് എൻഡ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ വേദാന്തത്തിലെങ്ങും നമുക്ക് ഹ്യൂമാനിറ്റിയെക്കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. വേദാന്തത്തിൽ ഒരു ഗ്രന്ഥങ്ങളിലും പ്രസ്ഥാനത്രയങ്ങളിലോ അല്ലെങ്കിൽ ഭാഷ്യങ്ങളിലോ എങ്ങും മനുഷ്യനെക്കുറിച്ചുള്ള ഒരു പരാമർശവും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇതിൽ മനുഷ്യനില്ല, അതിൽ മനുഷ്യൻ ജീവിക്കുന്ന സമൂഹമില്ല, അതിലെ മനുഷ്യൻ ജീവിക്കുന്ന ചുറ്റുപാടുകളോ പ്രകൃതികളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. അതായത് ജീവിതത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, മനുഷ്യൻ ജീവിതമായിട്ട് ബന്ധപ്പെട്ട വാല്യൂ സിസ്റ്റങ്ങളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ഈ വേദാന്തത്തിൽ. അതിന് മൊത്തം മൊറാലിറ്റിയെക്കുറിച്ച് പറയുന്നില്ല, അതിലെ സമൂഹത്തിൻ്റെ ഘടനയെക്കുറിച്ച് പറയുന്നില്ല, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പറയുന്നില്ല, സാമൂഹികപരമായ കാര്യങ്ങൾ പറയുന്നില്ല. അങ്ങനെ മനുഷ്യൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യവും പറയാതെ, മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട യാതൊരു നരേറ്റീവ്സുകളും ഇല്ലാത്ത, ഒരു തരത്തിലെ എക്സ്പ്ലനേഷനും ഇല്ലാത്ത ഒരു മനുഷ്യൻ്റെ ലൈഫായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാറ്റഗറിയും നിഷേധിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് നമുക്ക് വേദാന്തത്തിൽ കാണാൻ. നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ മനുഷ്യനിർമ്മിതമായ വേദാന്തത്തിൽ, ഈ വേദാന്ത പദ്ധതി, ഈ വേദാന്ത സൂത്രങ്ങളിൽ മനുഷ്യനെക്കുറിച്ച് ഒന്നും പോസിറ്റീവായിട്ട് പറയാതെ അവൻ്റെ സാമൂഹ്യമായ കാര്യങ്ങളെക്കുറിച്ചും അവൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ കണ്ടീഷനെക്കുറിച്ചോ മൊറാലിറ്റിയെക്കുറിച്ചോ സാമൂഹിക ഘടനയെക്കുറിച്ചോ ഒന്നും തന്നെ പറയാതെ സമൂഹമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യൻ്റെ നരേറ്റീവ്സുകളെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട്, എക്സ്പ്ലനേഷനെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് ഈ വേദാന്ത പദ്ധതി നിലനിന്ന് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ മനുഷ്യനെ എല്ലാ രീതിയിലും ഏത് രീതിയിലും പൂർണ്ണമായിട്ട് നിഷേധിക്കുന്ന ഒരു നെഗറ്റീവ് പദ്ധതിയാണ് വേദാന്തം എന്നുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ഈ വേദാന്തത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവങ്ങൾ, അതിനകത്ത് മറഞ്ഞു നിൽക്കുന്ന ദൈവങ്ങൾ, അതിനകത്ത് ഉൾക്കൊണ്ട് നിറഞ്ഞ് ഒളിഞ്ഞിരിക്കുന്ന ദൈവങ്ങൾ മറ്റു ചില പദ്ധതികൾ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. എന്തൊക്കെയാണ് ആ പദ്ധതികൾ? അങ്ങനെ ഈ പദ്ധതികളിൽ ഒന്ന് റിയാലിറ്റിയെ അഥവാ കോൺസെപ്റ്റിനെ കംപ്ലീറ്റ് മറച്ചു വെക്കുകയും അങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയും, അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഇല്യൂഷന്റെ പദ്ധതിയിലൂടെ ശാതവ്രണത്തിന്റെ പദ്ധതിയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാം. അങ്ങനെ മനുഷ്യവംശത്തെ തന്നെ ഒരു ശക്തമായ ഡീജനറേഷന്, ഒരു ശക്തമായ നാശത്തിലേക്ക്, ഒരു ശക്തമായ അന്ധകാരത്തിലേക്ക്, ഒരു ശക്തമായ നരകതുല്യമായ ജീവിതത്തെ കണ്ടീഷനിലേക്ക് വലിച്ചിഴക്കുകയും തള്ളിവിടുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ വേദാന്ത ആൻഡ് എൻഡ് ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ള വിഷയം അതെങ്ങനെയാണ് ഈ രീതിയിൽ വികസിച്ച് വളർന്ന് അതിൻ്റെ പൂർണ്ണരൂപത്തിൽ വേദാന്ത പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. ഈ വേദാന്തത്തിനകത്ത് നമ്മൾ പറയുന്ന ഈ ദൈവത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ തിയോളജിക്കൽ പാർട്ട്, ദൈവജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ 3 ഭാഗങ്ങളിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ 3 ഭാഗങ്ങൾ ഒരുപക്ഷെ 3 കാലങ്ങളിലായിട്ടാണ് പൂർത്തീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ ഒന്ന് എന്നുണ്ടെങ്കിൽ ഉപനിഷത്തുക്കളാണ്, മറ്റൊന്നുണ്ടെങ്കിൽ ബ്രഹ്മസൂത്രമാണ്, മറ്റൊന്ന് ഗീതയാണ്, അതായത് ഭഗവത്ഗീത. ഈ 3 ഗ്രന്ഥങ്ങളെയും അല്ലെങ്കിൽ ഈ 3 കൃതികളും അല്ലെങ്കിൽ ഈ 3 വേദാന്ത പദ്ധതികളെയും ചേർത്ത് അതിൻ്റെ പ്രസ്ഥാനത്രയങ്ങൾ എന്നാണ് പറയുന്നത്. ഈ പ്രസ്ഥാനത്രയങ്ങൾ പല കാലഘട്ടങ്ങളിലാണ് എഴുതി പൂർത്തിയാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ പ്രസ്ഥാനത്രയം എഴുതി പൂർത്തിയാക്കിയതിന് ശേഷം അതിലെ ഭാഷ്യങ്ങൾ എഴുതിയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഏകദേശം AD 400 മുതൽ 700 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് അതിന് പ്രധാനമായിട്ട് ഭാഷ്യങ്ങൾ എഴുതാൻ തുടങ്ങിയിരിക്കുന്നത്. ഈ ഭാഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ്യം എന്ന് പറയുന്നത് ശങ്കരഭാഷ്യമാണ്. ശങ്കരഭാഷ്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ AD 400 മുതൽ 700-800 കാലഘട്ടം വരെ ഇന്ത്യയിലുടനീളം നിറഞ്ഞു നിന്ന് പല കാലത്ത് പല ദേശങ്ങളിലായി
44ഓളം ശങ്കരന്മാർ ഈ വേദാന്ത കൃതികൾക്ക് ഭാഷ്യം എഴുതിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ശങ്കരൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല എന്ന് നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ സംസാരിച്ചിരുന്നു. ശങ്കരൻ എന്ന് പറഞ്ഞാൽ ഒരു തൂലികാ നാമമാണ്. ശങ്കരൻ എന്നുള്ള ഈ തൂലികാ നാമത്തോടുകൂടിയുള്ള ഒരു മൂവ്മെന്റാണ് ശങ്കര വേദാന്തം എന്ന് പറയുന്നത്. ശങ്കര വേദാന്തത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തദ്ദേശീയമായിരുന്ന് നിലനിന്ന് പോന്നിരുന്ന ജൈനമതത്തെയും ചാർവാക മതത്തെയും ബുദ്ധമതത്തെയും ഇല്ലാതാക്കുക, അത് ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമാക്കുക. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമാക്കിയതിനു ശേഷം വൈദിക ബ്രാഹ്മണിക് പദ്ധതിയുടെ അല്ലെങ്കിൽ വൈദിക ബ്രാഹ്മണിക് വേദാന്ത പദ്ധതിയുടെ സമഗ്രമായ വ്യാപനവും മുന്നേറ്റവുമാണ് ശങ്കര വേദാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. AD ഏകദേശം 600-700 കാലഘട്ടത്തോടെ പേർഷ്യയിൽ നിന്ന് സ്വരാഷ്ട്രീയന്മാർ ഇന്ത്യയിലേക്ക് കടന്നു വരികയും അവർ ഇവിടെ ബ്രാഹ്മണ വിഭാഗക്കാരായിട്ട് ലയിച്ചു ചേരുകയും അങ്ങനെ ബ്രാഹ്മണരോടൊപ്പം നിന്ന് സ്വരാഷ്ട്രീയന്മാർ വേദാന്ത പദ്ധതി രൂപീകരിക്കുകയും അങ്ങനെ വേദാന്തത്തിന്റെ പ്രധാനപ്പെട്ട പ്രണേതാക്കൾ സ്വരാഷ്ട്രീയന്മാരായി തീരുകയും ചെയ്തതായിട്ടാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന വേദാന്തം എന്ന് പറയുന്നത് ബ്രാഹ്മണ മതത്തിന്റെയും സ്വരാഷ്ട്രീയൻ വേദാന്ത മതത്തിന്റെയും വളരെ ഒരു പൂർണ്ണമായ മിക്സാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അങ്ങനെ ബ്രാഹ്മണ വേദാന്ത പദ്ധതി മിക്സ് ചെയ്ത് ഇന്ത്യയിലുടനീളം വ്യാപിച്ചിരിക്കുന്ന ചാതുർവർണ്ണത്തിന്റെ രൂപമാണ് നമ്മൾ ഇന്ന് കാണുന്ന ബ്രാഹ്മണ വേദാന്ത പദ്ധതി. അങ്ങനെ ഉള്ള ഈ പ്രസ്ഥാനത്രയങ്ങളിലും വേദാന്ത നിരൂപണ ഭാഷ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവം ഏതാണ്? ആ ദൈവമാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവായ പരബ്രഹ്മരൂപിയായ പരമേശ്വരൻ എന്ന് പറയുന്നത്. പരമേശ്വരനും ആ സർവേശ്വരന്റെ കൂടെ നിൽക്കുന്ന മറ്റ് ദേവതകളും ഉൾക്കൊള്ളുന്നതാണ് വേദാന്ത പദ്ധതിയിലെ ദൈവങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അതിരുകളില്ലാതെ ദേശങ്ങളില്ലാതെ ദേശങ്ങൾക്കപ്പുറത്തും അതിരുകൾക്കപ്പുറത്തും കാലത്തിനപ്പുറത്തും കാര്യകാരണ ബന്ധങ്ങൾക്കെല്ലാം അതീതമായി നിറഞ്ഞു നിൽക്കുന്ന ഈ ഈശ്വരനാണ് പരബ്രഹ്മരൂപിയായ അല്ലെങ്കിൽ പരമാത്മസ്വരൂപിയായ പരമേശ്വരൻ എന്ന് പറയുന്നത്. ഈ പരമേശ്വരനാണ് വിരാട് പുരുഷനായിട്ട് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സൃഷ്ടികർത്താവായ ഈശ്വരൻ. ഈ ഈശ്വരനാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്, സകല ചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു, സകല ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു, ജീവനുള്ളവയിലും തിരിയക്കുകളിലും നിറഞ്ഞു നിൽക്കുന്നു. നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിലെ സകല നക്ഷത്രങ്ങളിലും സൂര്യനിലും ചന്ദ്രനിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ ഈശ്വരനാണ്. എല്ലാത്തിൻ്റെയും കണ്ണും കാതും കരളുമായി നിറഞ്ഞു നിൽക്കുന്ന ഈ ഈശ്വരനാണ്. ഈ ഈശ്വരനാണ് ജീവജാലങ്ങളിൽ പ്രത്യേകിച്ച് മനുഷ്യരിൽ അന്തര്യാമിയായിട്ടും ഹിരണ്യഗർഭനായിട്ടും നിറഞ്ഞു നിന്ന് മനുഷ്യരെ രക്ഷിക്കുന്നതും ഭരിക്കുന്നതും. ഈ ഈശ്വരനാണ് പരമേശ്വരനായിരിക്കുന്ന സാക്ഷാൽ ഈശ്വരൻ. അങ്ങനെ ഉപനിഷത്തിലും ബ്രഹ്മസൂത്രത്തിലും ഗീതയിലും വേദാന്ത സൂത്രങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനാണ് സമൂഹത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതോടുകൂടി സമൂഹത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരനാണ്. അതെങ്ങനെയാണ് സമൂഹത്തെ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത്? നമുക്ക് വേദങ്ങളിലെ ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിൽ നമുക്ക് ശ്രദ്ധേയമായ ഒരു കാര്യം കാണാവുന്നതാണ്. 10-ാം മണ്ഡലത്തിൽ പുരുഷ സൂക്തം എന്ന് പറയുന്ന ഋഗ്വേദത്തിന്റെ ഭാഗത്തിൽ ഈശ്വരൻ മഹാബ്രാഹ്മണനായ വിരാട് പുരുഷനായ ഈശ്വരൻ സമൂഹത്തെ സൃഷ്ടിക്കുകയും ആ സമൂഹത്തെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ബ്രാഹ്മണനായും ക്ഷത്രിയനായും വൈശ്യനായും ശൂദ്രനായും മനുഷ്യനെ ഡിവൈഡ് ചെയ്ത് സൃഷ്ടിക്കുകയും അങ്ങനെ ചതുർവർണ്ണ്യം സൃഷ്ടിച്ചുകൊണ്ട് ആ സമൂഹത്തെ പരിപാലിച്ച് നിയന്ത്രിച്ച് നിൽക്കുന്നത് ഈ ഈശ്വരനാണെന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ വേദാന്ത പ്രസ്ഥാനങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന വേദാന്ത രൂപികളായ വേദാന്ത സ്വരൂപികളായ ഈ ഈശ്വരന്മാർ ഭാരതവർഷത്തിൽ 3000 വർഷങ്ങളായിട്ട് ഈ ചതുർവർണ്ണത്തെ സൃഷ്ടിക്കുകയും അങ്ങനെ ഈ ചതുർവർണ്ണത്തെ പരിപാലിക്കുകയും അങ്ങനെ പരിപാലിച്ചുകൊണ്ട് 3000 വർഷമായിട്ട് ഈ ഇന്ത്യൻ സൊസൈറ്റിയിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വേദാന്ത ബ്രാഹ്മണിക് സ്വരൂപമായ ഈ ചതുർവർണ്ണ്യം തദ്ദേശീയരായ ജനങ്ങളെ ആ ജനങ്ങളുമായി നിരന്തരം കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുകയും ഫൈറ്റിങ്ങിൽ ഏർപ്പെടുകയും അങ്ങനെ വളരെ ശക്തമായ അതിഭീകരമായ ഒരു ചൂഷണ പദ്ധതിയുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതുപോലെ പദ്ധതികളുമായിട്ട് സെൻട്രൽ ഏഷ്യയിൽ പല ഭാഗങ്ങളിലായിട്ട് ആര്യന്മാർ പല കാലങ്ങളിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് BC-യിൽ ജൂതന്മാരുമായിട്ടുള്ള കൺഫ്ലിക്റ്റിന്റെ ഫലമായിട്ട്
1500 കാലഘട്ടങ്ങളിൽ അവർ കുറേ പേർ ഇന്ത്യയിലേക്ക് വരികയും അതുപോലെ AD 600-700 കാലഘട്ടങ്ങളിൽ സൊറാസ്ട്രിയന്മാർ അറബികളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഏർപ്പെടുകയും അങ്ങനെ സൊറാസ്ട്രിയന്മാർ അതിൽ കുറേ പേർ ഇന്ത്യയിലേക്ക് വരികയും അങ്ങനെ ഇവിടെ അത് കൂടിച്ചേരുകയും അങ്ങനെ കലാന്തരത്തിൽ ഇവിടുത്തെ ജനങ്ങളായിട്ട് കോൺഫ്ലിക്റ്റ് ഏർപ്പെടുകയും ഫൈറ്റിങ്ങിൽ ഏർപ്പെടുകയും നിരന്തരം ചൂഷണ സംവിധാനം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തതായിട്ടുള്ളതാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ആര്യ ബ്രാഹ്മണ വൈദിക ട്രഡീഷന്റെ ഭാഗമായിരിക്കുന്ന മഹാബ്രാഹ്മണനായ വിരാട് പുരുഷനും സൊറാസ്ട്രിയൻ ദൈവമായ ആഹൂര മസ്തയുടെ ഇന്ത്യൻ ടെർമിനോളജിയിൽ വരുന്ന ശ്രീ പരമേശ്വരനുമായിരിക്കുന്ന ദൈവങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടാക്കുന്ന പദ്ധതിയുടെ ഫലമായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സെൻട്രൽ ഏഷ്യയിലും അതൊരു ഇന്ത്യയിലും പല രൂപത്തിലുള്ള എത്നിക് ഫോർമേഷൻ രൂപപ്പെടുകയും റേസിസം രൂപപ്പെടുകയും ചാതുർവർണ്ണയം രൂപപ്പെടുകയും ചെയ്തിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ. അങ്ങനെ ഏത് ദേശത്താണ് ഇവർ എത്തിച്ചേരുന്നത്, എവിടെയെല്ലാമാണോ ഇവർ എത്തിച്ചേരുന്നത്, അവിടെയെല്ലാം ഈ ജനത പ്രത്യേകമായിട്ട് ഈ പറയുന്ന ആര്യ ബ്രാഹ്മണിക് സൊറാസ്ട്രിയൻ ട്രഡീഷൻ എല്ലായിടത്തും പുതിയ പുതിയ രീതിയിലുള്ള എത്നിക് ഫോർമേഷൻ നടത്തുകയും റേസിസം പ്രാക്ടീസ് ചെയ്യുകയും ചാതുർവർണ്ണയം പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി അതാത് ദേശത്തുള്ള തദ്ദേശീയരായിട്ട് നിരന്തരം കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുകയും തദ്ദേശീയരായിട്ടുള്ള സാധാരണ ജനങ്ങളുടെ പീസ് ലവിങ് ആയിട്ടുള്ള മോറലായിട്ടുള്ള ജനങ്ങളുടെ മൊറാലിറ്റി നശിപ്പിക്കുകയും പീസ് നശിപ്പിക്കുകയും ലൈഫിൻ്റെ നോർമൽ ലൈഫ് നശിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്രമല്ല സാധാരണ ജീവിതത്തിൻ്റെ നോർമലായിട്ടുള്ള ജീവിതത്തിൻ്റെ എല്ലാ രീതിയിലും ഫെബ്രിക്സും നശിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ശക്തമായ ബാർബേറിയസം, ശക്തമായ അൺസിവിലൈസ്ഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രമല്ല സമൂഹത്തിൽ ഉടനീളം വളരെ കോംപ്രിഹെൻസീവായിട്ടുള്ള വൈഡായിട്ടുള്ള ഇമോറൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയും അതിൽ വ്യഭിചാരത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. ഇവർ ലോകത്തിൽ ഉടനീളം പ്രത്യേകിച്ച് സെൻട്രൽ ഏഷ്യയിലും പരിസര പ്രദേശങ്ങളിലും അതുകൊണ്ട് ഇന്ത്യയിലും അതുപോലെ യൂറോപ്പിലും ഇവർ പല പല പേരുകളിലും പല പല നാമങ്ങളിൽ അറിയപ്പെടുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവരെ ആര്യന്മാരെന്നുള്ള വാക്കിലും ദേവന്മാർ എന്നുള്ള വാക്കുകളിലും ബ്രാഹ്മണിക് ഫോക്ക് എന്ന വാക്കുകളിലും ഓരോ കാലഘട്ടത്തും ഓരോ ദേശത്തും പല രീതിയിലാണ് ഇവർ അറിയപ്പെടുന്നത്. ഇവർ സെൻട്രൽ ഏഷ്യയിൽ വന്നതിന് ശേഷം BC ജൂതന്മാർ മോസസിന്റെ നേതൃത്വത്തിലുള്ള ജൂതന്മാരുടെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട് കോൺഫ്ലിക്റ്റിലും ഫൈറ്റിങ്ങിലും ഏർപ്പെടുകയും അങ്ങനെ മോസസിന്റെ ആളുടെ ശക്തമായ കടന്നാക്രമണം മൂലം ഇവർ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ചിന്നിച്ചിതറിയും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോവുകയും ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ട് അവർ ഇന്ത്യയിലേക്കും കുറേ ആളുകൾ യൂറോപ്പിലേക്കും പോയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവരുടെ പിന്നീടുള്ള ജനറേഷൻ ഏകദേശം AD 600-700 കാലഘട്ടങ്ങളിൽ ഇവർ സൊറാസ്ട്രിയന്മാരായിട്ട് സെൻട്രൽ ഏഷ്യയിൽ പ്രത്യക്ഷപ്പെടുകയും ഇവർ മുഹമ്മദ് നബിയുടെ ആളുകൾ പ്രത്യേകിച്ച് ഇസ്ലാമിക് ഫോഴ്സിന്റെ ശക്തമായ ഇടപെടൽ മൂലം സെൻട്രൽ ഏഷ്യയിൽ നിന്ന് നാടുകടക്കുകയും അങ്ങനെ ചിഹ്നിച്ചതി പല ദേശങ്ങളിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ ഒരു ഭാഗം ഇന്ത്യയിലേക്ക് വന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന് ഇവർ സൊറാസ്ട്രിയന്മാർ ഇവിടുത്തെ ബ്രാഹ്മണരായിട്ട് മിക്സ് ചെയ്യുകയും ഇവിടെ വേദാന്തം ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ ബ്രാഹ്മണസത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും ഒരു ഗ്രാൻഡ് മിക്സിലൂടെ ഇന്ത്യ മുഴുവൻ ഒരു ബ്രാഹ്മണിക് ചാതുർവർണ്ണയ വേദാന്ത പദ്ധതി രൂപപ്പെടുത്തുകയും അങ്ങനെ ഇന്ത്യയിലുടനീളം അത് വ്യാപിപ്പിക്കുകയും അങ്ങനെ ജനങ്ങളെ നിരന്തരമായിട്ട് ചൂഷണം ചെയ്ത് ഇന്ത്യയെ അധപ്പതിപ്പിക്കുകയും അന്ധകാരത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതേ ആര്യന്മാരാണ് 20-21 നൂറ്റാണ്ടിൽ യൂറോപ്പിലേക്ക് കടന്നു കയറുകയും അവിടെ ഹിറ്റ്ലറുമായിട്ട് കൂടിച്ചേർന്ന് ലോകത്ത് സെക്കൻഡ് വേൾഡ് വാർ ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ നിരന്തരമായി ജൂതന്മാരെ പീഡിപ്പിക്കുകയും കൊന്നൊടുക്കുകയും ചെയ്തതായിട്ട് നമ്മൾ കാണാൻ പറ്റും. പ്രത്യേകമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇവർ BC ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനിലേക്ക് വരികയും അവിടുത്തെ ജനങ്ങളുമായിട്ട് നിരന്തരം കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുകയും ഫൈറ്റിങ്ങിൽ ഏർപ്പെടുകയും ചെയ്തതായിട്ടുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇൻഡസ് വാലിയിലെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ചില ചക്രവർത്തിമാരായ വലൻ, വൃതൻ എന്നീ ചക്രവർത്തിമാരുമായിട്ട് പിന്നീട് അശോകൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ചക്രവർത്തിയായിട്ട് നിരന്തരം ഫൈറ്റിങ്ങിൽ ഏർപ്പെടുകയും കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുകയും അങ്ങനെ അശോകന്റെ നേതൃത്വത്തിൽ ഇവരെ നിരന്തരമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരു ബ്രാഹ്മണിക് പദ്ധതിയെ നിശേഷം നശിപ്പിക്കുകയും അങ്ങനെ അവരെ തല്ലി ഓടിക്കുകയും അങ്ങനെ
അവർ ചിഹ്നിച്ചു തരാൻ കാരണമാവുകയും അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും അവർ പലായനം ചെയ്തതായിട്ടുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വേദാന്ത പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുപയോഗിച്ചിരിക്കുന്ന ഭാഷ എന്നൊരു വളരെ വൈകൃതം നിറഞ്ഞ, വളരെ വൈകല്യം നിറഞ്ഞ ഭാഷയുടെ ഫൗൾ പ്ലേ പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. ഈ ഭാഷയുടെ ഫൗൾ പ്ലേയിൽ യാതൊരു മീനിങ്ങോ യാതൊരു റെഫറൻസോ യാതൊരു സിഗ്നിഫിക്കൻസോ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ് അവർ ഈ ഭാഷ കൈകാര്യം ചെയ്യുന്നത്. അതിൽ മനുഷ്യന്റെ സ്വാഭാവികമായ നാച്ചുറലായിട്ടുള്ള അവൻ്റെ എപ്പിസ്റ്റിക് കപ്പാസിറ്റിക്ക് അപ്പുറത്തായിട്ട്, അവൻ്റെ ലാംഗ്വേജ് കൾച്ചറിന് അപ്പുറത്തായിട്ട്, അവൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പാരാമീറ്റേഴ്സിനെ വൈലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ഭാഷയുടെ ഫൗൾ പ്ലേ നന്നായിട്ട് വേദാന്തത്തിൽ നടത്തിയിരിക്കുന്നത്. ടോട്ടലി ഒരു ഫൗൾ പ്ലേ, ലാംഗ്വേജ് ഫൗൾ പ്ലേയുടെ ഒരു എന്താണ് പ്രകടനമാണ് നമുക്ക് വേദാന്തത്തിൽ കാണാൻ പറ്റും. മാത്രമല്ല വേദാന്തം എന്ന് പറയുന്ന പദ്ധതി, ബ്രാഹ്മണിക് പദ്ധതി, ആദ്യവും അന്തവുമായിട്ട് ആത്യന്തികമായിട്ട് മനുഷ്യൻ്റെ ഹ്യൂമാനിറ്റിയെ കംപ്ലീറ്റ് ഡീജനറേഷന് വിധേയമാക്കുകയും അങ്ങനെ മനുഷ്യ ചരിത്രത്തെ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷന് വിധേയമാക്കുകയും ചെയ്യുന്ന ഒരു ഇല്യൂഷൻ തിയറി പദ്ധതിയാണ് വേദാന്തം എന്ന് പറയുന്നത്. വേദാന്ത പദ്ധതിയിൽ നമ്മൾ ഒരു എഡിറ്റിയെ മാത്രമേ നമ്മൾ കാണുന്നു. അത് ഈശൻ മഹാബ്രാഹ്മണസത്തിൽ പുരുഷ സൂക്തത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന ചതുർവർണ്ണത്തിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള വാല് മാത്രമുള്ള തലയില്ലാത്ത ഒരു ജീവി മാത്രമാണ്. അത് ഈ 3000 വർഷങ്ങളായിട്ട് വാല് മാത്രമുള്ള തലയില്ലാത്ത ഒരു ജീവിയായിട്ട് ഇന്ത്യയിലുടനീളം അലഞ്ഞു നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മൾ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ജീവി. ഇതാണ് നമ്മൾ മൊത്തത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന മൊത്തത്തിൽ എന്നുണ്ടെങ്കിൽ ഇതാണ് വേദാന്ത ആൻഡ് എൻഡ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ടൈറ്റിൽ അനുസരിച്ച് പറയുകയാണെങ്കിൽ വേദാന്ത ആൻഡ് എൻഡ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ചിന്താ പദ്ധതിയുടെ ആ അവലോകനത്തിൽ നമ്മൾ ഒരേ ഒരു എൻറ്റിറ്റി മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. ആ ഒരേ ഒരു എൻറ്റിറ്റി ഭൂമിയിൽ ജനിച്ചത് തലയില്ലാതെ വാല് മാത്രമായിട്ടാണ്. അത് പ്രപഞ്ചത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ ഭൂമിയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുകയും ചരിത്രത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ആ ഏകകോശ ജീവി ആര്യനാണ്. ഈ ഏകകോശ ജീവിയായ ആര്യൻ പിന്നീട് ദേവനായിട്ടും, അത് ഇന്ത്യയിൽ പിന്നീട് ദേവനായിട്ടും ബ്രാഹ്മണനായിട്ടും ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത ഏകകോശ ജീവിയാണ്. ആ ഏകകോശി ഇപ്പോഴും ഇന്ത്യയിൽ 3000 വർഷമായിട്ട് തലയില്ലാതെ വാല് മാത്രമായിട്ട് ജീവിച്ചു പോരുകയാണ്. നമ്മുടെ ഡാർവിൻ തിയറി അനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രകൃതിയിലെ എല്ലാ ബയോഡൈവേഴ്സിറ്റിയിലെ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും വികാസ പരിണാമങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വികാസ പരിണാമങ്ങളിലൂടെയാണ് എല്ലാ ജീവജാലങ്ങളും കടന്നു പോകുന്ന പരിണാമത്തിന് വിധേയമാകുന്നത്. എന്നാൽ ഈ ഏകകോശ ജീവി, ഈ ആര്യ ദേവ ബ്രാഹ്മണ എന്ന് പറയുന്ന ഈ ഏകകോശ ജീവി, തലയില്ലാത്ത വാല് മാത്രമുള്ള ഈ ഏകകോശ ജീവി ഇന്ത്യയിലുടനീളം പടർന്ന് പന്തിരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഈ ഏകകോശ ജീവി ഒരു കാരണവശാലും ഡാർവിൻ പറയുന്ന ആ എവല്യൂഷൻ തിയറിക്ക് വിധേയമാകാത്ത ഏക എൻറ്റിറ്റിയാണ് ഇന്ത്യയിൽ. അങ്ങനെ ഡാർവിൻ തിയറിക്ക് വിരുദ്ധമായി അതിനെതിരായി വർക്ക് ചെയ്യുന്ന, ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ജീവിയാണ് ഈ ഏകകോശ ജീവി. തലയില്ലാത്ത വാല് മാത്രമായിട്ട് ജീവിക്കുന്ന ബ്രാഹ്മണനാണ് ആ ഏകകോശ ജീവി. ഇതാണ് വേദാന്ത ആൻഡ് എൻഡ് ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ള പദ്ധതിയിൽ നമുക്ക് കാണാൻ പറ്റും.